ഹലോ. അപ്പം നമ്മളിതാ ബാണാസുര സാഗർ അണക്കെട്ടൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ വയനാട് ജംഗ്ഷനാണ് ഈ കാണുന്നത്. വയനാട് മുത്തങ്ങ വഴി ബന്ദിപ്പൂരിലേക്കാണ് ഈ യാത്ര. അപ്പോൾ ഇതാ ഈ കാണുന്നത് കൽപ്പറ്റ ആ മെയിൻ ടൗണാണ്. അപ്പം നമ്മൾ കയറിയിരിക്കുന്നത് മുത്തങ്ങ റോട്ടിലേക്കാണ്. മുത്തങ്ങ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അനിമൽസ് കാണാനുള്ള ചാൻസ് ഉണ്ടാവും. നോക്കിക്കും, ആനിമൽസ് വന്നുകൊണ്ട് നാട്ടു റോട്ടിൽ വന്ന് നിൽക്കണം. അപ്പം മുത്തങ്ങ കാടൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇവിടുത്തെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ അതും ഒന്ന് കണ്ട് നമ്മൾ നേരെ പോവാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, മരങ്ങളൊക്കെ തളർന്ന് പച്ചപ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കാട് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മളിതാ കുറേ ദൂരം ചെന്നിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് കൂടെ വരുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. നമ്മൾ മുമ്പ് ഒരിക്കലും ഇതേ റൂട്ടിലേക്ക് തന്നെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്നാക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബന്ദിപ്പൂരിലെ ഒരു കൺട്രി ക്ലബ് റിസോർട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ ഇതാ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാടാണ് കേട്ടോ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരുവശത്തുമായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ വലിയ മരങ്ങളൊക്കെ കാണാം നമുക്ക്. ഒരു ക്ലെയർ അടിച്ചിട്ട് അത്ര എന്താ അറിയുന്നില്ല. നമ്മൾ ഈ പോകുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട്. നൂൽപ്പുഴ എന്നാണ് ആ പുഴയുടെ പേരിട്ട. നല്ല കുത്തൊഴുക്കായിട്ടാണ് വെള്ളം പോകുന്നത്. നല്ല ഭംഗിയുള്ള അരുവിയാണ്. പക്ഷെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, താഴേക്കൊന്നും ഇറങ്ങരുത്, അങ്ങോട്ടേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള അരുവിയാണ്. നമുക്കിതുപോലെ കണ്ണും കൊണ്ട് വടിയിലിരുന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറങ്ങി പോയൊന്നുമില്ല കേട്ടാ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാ വലിയ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ മുത്തങ്ങയും അവിടെ നിങ്ങളുടെ ബന്ദിപ്പൂരുമാണ് കേട്ടാ. ഇതെന്തൊക്കെയോ പീച്ചി വെച്ച പോലെ എഴുതി വെച്ചിരിക്കുന്നു. ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ മാനുകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതുപോലെ മാനുകൾ, ആന, മയിൽ, പന്നി, കാട്ടുപോത്ത് ഇതൊക്കെ സുലഭമായിട്ട് കാണാൻ പറ്റുന്നതാണ്. പുള്ളിമാനുകൾ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. ഈ ഭംഗിയുള്ള കാടിൽ ഇതുപോലെ അവിടെ പുള്ളിമാന് കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ അടുത്ത സൈറ്റിംഗ് ആയിട്ട് നമുക്ക് ആനനെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു ആനയും കൂടെ കണ്ടിട്ടുണ്ട്. നമ്മൾ റോഡിൽ വണ്ടി നിർത്താനും പറ്റില്ല, ബാക്കിൽ ഇങ്ങനെ ബ്ലോക്ക് ആവുകയാണ്. ഇത് കണ്ടില്ലേ, റൈറ്റ് സൈഡും ഇതാ ആന കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ വണ്ടികൾ സ്ലോ ചെയ്ത് നിർത്തി നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ ഹോണടിയുടെ ബഹളമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുക, അടുത്തുള്ളവർക്ക് കാണാനായിട്ട് നമ്മൾ മാറിക്കൊടുക്കുക. അപ്പോൾ കണ്ടു നിന്നു, നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഈ പച്ചപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് ശരിക്കും കാടിൻ്റെ ഭംഗി, അതായത് പെട്ടെന്ന് തന്നെ ഒന്ന് ചേഞ്ചായിട്ട് വരികയാണ് കേട്ടോ. ഈ പച്ചപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഡ്രൈ ആയിട്ട് വരണ്ടിട്ടുള്ള ഒരു
ഭാഗമായി ഇവിടെ എത്തുമ്പോൾ തന്നെ. പക്ഷേ ഇത് കാണാനും ഒരു ഭംഗിയാണ്, ആ ഒരു പച്ചപ്പുള്ളത് കാണാനും ഒരു ഭംഗിയാണ്. ചെറിയൊരു വേനൽ മഴ കിട്ടിയത് കൊണ്ട് തന്നെ ചെടികളൊക്കെ തളിർത്തിട്ട് നല്ല ഭംഗിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് 2 സൈഡും നോക്കുകയാണ് കേട്ടോ, എന്തെങ്കിലും ദൂരെയായിട്ട് ഏതെങ്കിലും അനിമൽസിനെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുൻപോട്ട് ചെന്നപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ചെറിയൊരു തടാകം കണ്ടു. അവിടെ ഫാമിലി ആയിട്ട് ആനകൾ വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ദൂരെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ അനിമൽസിനെ കാണണം എന്നുള്ള ഒരൊറ്റ എയിമിൽ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര ദൂരെയായിട്ട് പോലും നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫാമിലി ആയിട്ട് വന്ന് വെള്ളം കുടിക്കാൻ കേട്ടോ. അമ്മയാനെയും കുട്ടിയാനെയും കൊമ്പനാനെയും അതിൻ്റെ മുകളിലായിട്ടുണ്ട്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആന ഉറപ്പായിട്ട് കാണും, ആനയും മയിലും മാനും. പിന്നെ ഈ നമ്മൾ കടുവ, ഇതൊക്കെ നമുക്ക് അപൂർവമാണ്. ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള ട്രിപ്പിലൊന്നും നമുക്കിത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം കൂടെ നമ്മൾ മുമ്പോട്ട് ചെന്നപ്പോൾ ഒരു അമ്മയാനയും ഒരു കുട്ടി കൊമ്പനാനയും കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതാ അതും കുറച്ച് നേരം കണ്ടിട്ട് വീണ്ടും അവിടെ നിന്നും കൂടെ പോവുകയാണ്. കുറച്ച് ഫ്രണ്ടിക്ക് അടിക്കുന്നത് കത്താരി ബാക്ക് അടിക്കുന്നത് മതി. അപ്പം നമ്മളിതാ അവിടെ നിന്ന് ഏതെല്ലാമോ ചെറിയ ഗ്രാമങ്ങൾ, കന്നഡ തെലുങ്ക് സംസാരിക്കുന്ന ഗ്രാമങ്ങളിലൂടെ നമ്മൾ നമ്മുടെ റിസോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.